ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ബികോമിന് ശേഷം ഏതെല്ലാം കോഴ്സ് തിരഞ്ഞെടുക്കാം എന്നതിനെപ്പറ്റി വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് കമ്പനി സെക്രട്ടറി എന്ന കോഴ്സിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോയിൽ കമ്പനി സെക്രട്ടറി എന്ന കോഴ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. CA, CMA എന്ന കോഴ്സിൻ്റെ അതേ കാറ്റഗറിയിൽ വരുന്ന ഒരു കോഴ്സാണ് CS, കമ്പനി സെക്രട്ടറി. അപ്പോൾ ഈ കമ്പനി സെക്രട്ടറി എന്ന കോഴ്സിൻ്റെ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്താണ്, കോഴ്സ് ഔട്ട്ലൈന്, എക്സാം, ഡ്യൂറേഷൻ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ടും കാണുന്നതോട് കൂടിയിട്ട് കമ്പനി സെക്രട്ടറി എന്ന കോഴ്സിനെ പറ്റിയിട്ട് എല്ലാ ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് ലഭ്യമാകും. കൊമേഴ്സ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 3 കോഴ്സാണ് CA, CMA, CS. ഇതിൽ CAയും CMAക്കും ഒരുപാട് വിദ്യാർത്ഥികൾ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് CS എന്ന കോഴ്സിന് പോകുന്നത് വളരെ കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വാക്കൻസീസ് CS എന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ CA ആണെങ്കിലും CMA, CS ഈ കോഴ്സിനൊക്കെ നല്ല എഫേർട്ട് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാനുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനത്തിലൂടെ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ഈ പ്രൊഫഷണൽ കോഴ്സ് കരസ്ഥമാക്കാൻ പറ്റുള്ളൂ. കമ്പനി സെക്രട്ടറി എന്ന ഈ കോഴ്സ് നടത്താനുള്ള അധികാരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ്. അപ്പോൾ പാർലമെൻറ്റിൽ ഒരു ആക്ട് പ്രകാരമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ എന്ന ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അണ്ടറിലാണ് ഈ CS എന്ന കോഴ്സ് നടത്തി വരുന്നത്. ഇന്ത്യയിൽ ഒരു കമ്പനി നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ കമ്പനീസ് ആക്ട് 2013 പ്രകാരമുള്ള എല്ലാ ലീഗൽ പ്രൊവിഷൻസും നിയമങ്ങളും ഫോളോ ചെയ്താൽ മാത്രമേ ഒരു കമ്പനി ഇന്ത്യയിൽ രജിസ്റ്റർ ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനീസ് ആക്ട് 2013 പ്രകാരം എല്ലാ ലിസ്റ്റഡ് കമ്പനിയും അതേപോലെ പെയ്ഡപ്പ് ക്യാപിറ്റൽ 10 crore അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ ഉള്ള ഈ കമ്പനികളെല്ലാവരും എന്ത് ചെയ്യണം, ഒരു കമ്പനി സെക്രട്ടറിയെ അപ്പോയിൻറ്റ് ചെയ്യൽ നിർബന്ധമാണ്. ഇന്ത്യയിൽ 12 ലക്ഷത്തോളം കമ്പനികളുണ്ട്. എന്നാൽ ICSI നടത്തുന്ന കമ്പനി സെക്രട്ടറി എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുള്ള CS കമ്പനി സെക്രട്ടറീസ് വെറും 70,000 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു കോഴ്സിൻ്റെ ഈ സ്കോപ്പ് എന്താണ് അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. കമ്പനി സെക്രട്ടറി എന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാരും വെറുതെ ഇരിക്കേണ്ടി വരില്ല. 100% ജോബ് ഉറപ്പാണ്. അതും സൈനിങ് അതോറിറ്റിയുള്ള നല്ല കീ മാനേജറിയൽ പോസ്റ്റിലേക്കുള്ള ജോബ് ആണ് ഈ കമ്പനി സെക്രട്ടറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരെ കാത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. എലിജിബിലിറ്റിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏജ് ലിമിറ്റ് ഒന്നും പറയുന്നില്ല. മിനിമം 17 ഏജ് ആയിരിക്കണം. എന്ന് വെച്ചാൽ +2 എക്സാം അപ്പിയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ CS എന്ന കോഴ്സിലേക്ക് കടക്കാം. അപ്പോൾ +2 കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ്, സയൻസ് ഏത് സ്ട്രീം ആയിക്കോട്ടെ, അവർക്ക് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് വഴി CS എന്ന കോഴ്സിലേക്ക് കടക്കാം. അപ്പോൾ +2 കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 3 ലെവലാണ്. ഫസ്റ്റ് കമ്പനി സെക്രട്ടറി CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ്, ദെൻ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം, ദെൻ പ്രൊഫഷണൽ പ്രോഗ്രാം, അങ്ങനെ 3 സ്റ്റേജ് ആയിട്ടാണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിൽ ഒരു 200 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകും. അതിൽ 50% അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ 100 മാർക്ക് മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എൻട്രൻസ് ടെസ്റ്റ് എന്ത് ചെയ്യും, പാസ്സാവും. അങ്ങനെ എൻട്രൻസ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിലേക്കാണ് കിടക്കുക. അപ്പോൾ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൽ 2 മൊഡ്യൂളായിട്ട് 8 പേപ്പറുകളുണ്ട്. ഫസ്റ്റ് മൊഡ്യൂൾ 1 4 പേപ്പറും മൊഡ്യൂൾ 2 അതേപോലെ 4 പേപ്പറും. ദെൻ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രൊഫഷണൽ പ്രോഗ്രാമാണ്. പ്രൊഫഷണൽ പ്രോഗ്രാമിൽ 3 മൊഡ്യൂളായിട്ട് 9 പേപ്പറുകളാണ്. മൊഡ്യൂൾ 1 3 പേപ്പർ, മൊഡ്യൂൾ 2 3 ആൻഡ് മൊഡ്യൂൾ 3 3 പേപ്പർ. അപ്പോൾ ഒരു വിദ്യാർത്ഥി +2 കഴിഞ്ഞിട്ടാണ് CS എടുക്കുന്നത് എങ്കിൽ ആദ്യം എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എഴുതണം, ദെൻ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം, ദെൻ പ്രൊഫഷണൽ പ്രോഗ്രാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഡയറക്റ്റ് എൻട്രി ആണ്. എന്ന് വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം, അത് ഡിഗ്രി ഏത് സ്ട്രീം ആയിക്കോട്ടെ എക്സെപ്റ്റ് ഫൈൻ ആർട്സ് ഒഴികെ ഏത് ഡിഗ്രി എടുത്തവർക്കും ആ ഡിഗ്രിയിൽ 50% മാർക്ക് ഉണ്ടെങ്കിൽ, അതേപോലെ PG കംപ്ലീറ്റ് ചെയ്തവർക്ക് CA ആൻഡ് CMA
ഫൈനൽ പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എഴുതേണ്ട ആവശ്യമില്ല. അവർക്ക് ഡയറക്റ്റ് എന്തിലേക്ക് കടക്കാം? എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിലേക്ക് കടക്കാം. നമ്മൾ ഈ CMൻ്റെ ഒക്കെ ഇൻ്റർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിലേക്ക് കടക്കാം. ഓക്കെ, എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൽ രണ്ട് മൊഡ്യൂളായിട്ട് 8 പേപ്പറാണ്. ആൻഡ് ആ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? പ്രൊഫഷണൽ പ്രോഗ്രാമാണ്. ആ പ്രൊഫഷണൽ 3 മൊഡ്യൂളായിട്ട് 9 പേപ്പറുകളാണ് ഉള്ളത്. അപ്പോൾ എന്താണ് CS എന്ന കോഴ്സിൻ്റെ എലിജിബിലിറ്റി എന്നുള്ളത് മനസ്സിലായി. +2 കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഡിഗ്രി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഈ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം, അതേപോലെ പ്രൊഫഷണൽ പ്രോഗ്രാം, പിന്നെ അതേപോലെ എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ്, ഇതിൻ്റെയൊക്കെ സിലബസ് എങ്ങനെയാണ്, എത്ര മാർക്കാണ് പാസ്സാവാൻ വേണ്ടിയത് എന്നുള്ളത് നോക്കാം. എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു എക്സാമാണ്. ആ എക്സാമിൽ 4 പേപ്പറാണ് ഉണ്ടാവുക. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിങ്, എക്കണോമിക് ആൻഡ് ബിസിനസ് എൻവിറോൺമെൻറ്റ്, കറൻറ്റ് അഫയേഴ്സ് ആൻഡ് വൈവാവോസ്. അപ്പോൾ ഓരോ പേപ്പറും 50 മാർക്കിനാണ്. അപ്പോൾ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിങ്ങിൽ 50 മാർക്ക്, എക്കണോമിക് ആൻഡ് ബിസിനസ് എൻവിറോൺമെൻറ്റിൽ നിന്ന് 50 മാർക്ക്, കറൻറ്റ് അഫയേഴ്സ് 20 മാർക്കാണ്, പിന്നെ വൈവക്ക് 30 മാർക്ക്, അങ്ങനെ ടോട്ടൽ 50 മാർക്ക്. അങ്ങനെ ടോട്ടൽ ഈ എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിൻ്റെ ടോട്ടൽ മാർക്ക് എന്നുള്ളത് 200 ആണ്. ഇതിൽ ഓരോ സബ്ജക്റ്റിലും പാസ്സാവാൻ 40% വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ ആ 50 മാർക്കിൽ 40% മിനിമം 20 മാർക്കെങ്കിലും കിട്ടിയിരിക്കണം. എന്നാൽ അഗ്രിഗേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50% എന്ന് വെച്ചാൽ 200-ൽ ഔട്ട് ഓഫ് 200-ൽ 100 മാർക്കെങ്കിലും ഈ ഒരു എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് പാസ്സാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു വിദ്യാർത്ഥി, +2 കഴിഞ്ഞ വിദ്യാർത്ഥി ഈ ഒരു എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എവിടേക്ക് പോവാം? എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിലേക്ക് കടക്കാം. എക്സിക്യൂട്ടീവ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2 മൊഡ്യൂളായിട്ട് 8 പേപ്പറുകളാണ് ഉള്ളത്. മൊഡ്യൂൾ 1-ൽ 4 പേപ്പർ. ഏതൊക്കെയാണ്? പേപ്പർ 1 ജുറിസ്പ്രുഡൻസ്, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ജനറൽ ലോ, പേപ്പർ 2 കമ്പനി ലോ, പേപ്പർ 3 സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് എൻറ്റിറ്റീസ് ആൻഡ് ക്ലോഷർ, പേപ്പർ 4 ടാക്സ് ലോ. ഈ 4 പേപ്പറാണ് മൊഡ്യൂൾ 1-ലുള്ളത്. മൊഡ്യൂൾ 2-ൽ പേപ്പർ 5 കോർപ്പറേറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, പേപ്പർ 6 സെക്യൂരിറ്റി ലോസ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്, ആൻഡ് പേപ്പർ 7 എക്കണോമിക് ആൻഡ് ബിസിനസ് ആൻഡ് കൊമേഴ്ഷ്യൽ ലോ, പേപ്പർ 8 ഫിനാൻഷ്യൽ ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഇതാണ് സെക്കൻഡ് മൊഡ്യൂൾ വരുന്ന പേപ്പേഴ്സ്. നമ്മൾ CAയിലും CMAയിലൊക്കെ ഗ്രൂപ്പ് പറയുന്നത് പോലെ ഇവിടെ അതിന് പകരം മൊഡ്യൂൾ എന്ന് മാത്രമേ അതിന് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, ഈ പേപ്പറൊക്കെ തിയററ്റിക്കൽ ഓറിയൻറ്റഡ് ആണ്, ലോ റിലേറ്റഡ് ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇവിടെയും പാസ് മാർക്ക് ഓരോ സബ്ജക്റ്റും 100 മാർക്കിനാണ് എക്സാം ഉണ്ടാവുക. ഓരോ പേപ്പറും 100 മാർക്കിനാണ്. 100-ൽ 40 മാർക്ക് പാസ്സാവാൻ വേണം. ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഓരോ പേപ്പറിലും. അതേപോലെ അഗ്രിഗേറ്റ് മാർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൊഡ്യൂൾ 1-ൽ 4 പേപ്പറാണ്. ഓരോ പേപ്പറും 100 മാർക്ക് വീതമാണ്. ഈ 4 പേപ്പറും 100 മാർക്ക് ടോട്ടൽ നോക്കുമ്പോൾ 400 മാർക്ക്. ഈ 400-ൽ 200 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ മൊഡ്യൂൾ 1 പാസ്സാവുകയുള്ളൂ. അപ്പോൾ ഒരു വിദ്യാർത്ഥി ഓരോ പേപ്പറിലും മേടിക്കേണ്ട അല്ലെങ്കിൽ മിനിമം പാസ്സാകേണ്ട 40 മാർക്ക് മേടിച്ചാൽ പോലും ചിലപ്പോൾ അഗ്രിഗേറ്റ് 200 കടക്കാൻ ചാൻസ് ഉണ്ടാകില്ല. അങ്ങനെ അഗ്രിഗേറ്റ് 200 കടന്നിട്ടില്ല എങ്കിൽ ആ മൊഡ്യൂൾ 1 എന്താകും? ഫെയിലാകും. ഇപ്പോൾ നോക്കുക, ഫോർ എക്സാമ്പിൾ എല്ലാ പേപ്പറിലും 40 വീതം മാർക്ക് മേടിച്ചു. മൊഡ്യൂൾ 1-ലെ എല്ലാ പേപ്പറും 40 മാർക്ക് വീതം മേടിച്ചു കഴിഞ്ഞാൽ എത്ര മാർക്കാണ് ഉണ്ടാവുള്ളൂ? 160. അപ്പോൾ അഗ്രിഗേറ്റ് ക്രൈറ്റീരിയ എന്നുള്ളത് അച്ചീവ് ആയിട്ടില്ല അല്ലേ? അഗ്രിഗേറ്റ് ക്രൈറ്റീരിയ എന്നുള്ളത് എത്രയാണ്? 200 ആണ്. ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ മൊഡ്യൂൾ 2 അതേപോലെ തന്നെയാണ്. ഇവിടെ ഒരു സബ്ജക്റ്റ് പാസ്സാവാൻ 40 മാർക്ക് വേണം. എന്നാൽ അഗ്രിഗേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 400-ൽ 200 മാർക്കും മേടിക്കണം. ഓക്കെ, ഇനി പ്രൊഫഷണൽ പ്രോഗ്രാമിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ പ്രോഗ്രാമിൽ 3 മൊഡ്യൂളിലായിട്ട് 9 പേപ്പറുകളാണുള്ളത്. അപ്പോൾ അതിൽ മൊഡ്യൂൾ 1-ൽ ഫസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവേണൻസ്, റിസ്ക് മാനേജ്മെൻറ്റ്, കംപ്ലയൻസ് ആൻഡ് എത്തിക്സ്, പേപ്പർ 2 അഡ്വാൻസ് ടാക്സ് ലോ, പേപ്പർ 3 ഡ്രാഫ്റ്റിംഗ്, പ്ലീഡിംഗ് ആൻഡ് അപ്പിയറൻസസ്. ഇതാണ് 3 പേപ്പർ. ദെൻ മൊഡ്യൂൾ 2-ലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
പേപ്പർ 1 സെക്രട്ടറിയൽ ഓഡിറ്റ്, കംപ്ലയൻസ് മാനേജ്മെൻറ്റ് ആൻഡ് ഡ്യൂ ഡിലിജൻസ്. പേപ്പർ 2 നോക്കുമ്പോൾ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്, ഇൻസോൾവൻസി, ലിക്വിഡേഷൻ ആൻഡ് വൈൻഡിങ് അപ്പ്. പേപ്പർ 3 റെസൊല്യൂഷൻ ഓഫ് കോർപ്പറേറ്റ് ഡിസ്പ്യൂട്ട്, നോൺ കംപ്ലയൻസ് ആൻഡ് റെമഡീസ്. ഇതാണ് മൊഡ്യൂൾ 2 വരുന്ന 3 പേപ്പർ. ഇനി മൊഡ്യൂൾ 3 നോക്കുകയാണെങ്കിൽ പ്രൊഫഷണൽ പ്രോഗ്രാമിൽ പേപ്പർ 1 കോർപ്പറേറ്റ് ഫണ്ടിങ് ആൻഡ് ലിസ്റ്റിംഗ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പേപ്പർ 2 മൾട്ടി ഡിസിപ്ലിനറി കേസ് സ്റ്റഡീസ്. പേപ്പർ 3 എലക്റ്റീവ് ആണ്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. 8 സബ്ജക്റ്റ് തന്നിട്ടുണ്ട്, അതിലേതെങ്കിലും ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യാം. ഓക്കെ, ബാങ്കിങ്, ലോ ആൻഡ് പ്രാക്ടീസ്, ഇൻഷുറൻസ് ലോ പ്രാക്ടീസ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ലോ ആൻഡ് പ്രാക്ടീസ്, ഫോറൻസിക് ഓഡിറ്റ്, ഡയറക്റ്റ് ടാക്സ് ലോ പ്രാക്ടീസ്, ലേബർ ലോ ആൻഡ് പ്രാക്ടീസ്, വാല്യുവേഷൻ ആൻഡ് ബിസിനസ് മോഡലിംഗ്, ഇൻസോൾവൻസി ലോ ആൻഡ് പ്രാക്ടീസ്. ഇതിലേതെങ്കിലും ഒരു പേപ്പർ ആർക്ക് ചൂസ് ചെയ്യാം? ഈ വിദ്യാർത്ഥിക്ക് ചൂസ് ചെയ്യാം. ഇവിടെയും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ക്രൈറ്റീരിയ, ഓരോ സബ്ജക്റ്റ് പാസ്സാവാനും 40 മാർക്ക് വീതം വേണം. എന്നാൽ അഗ്രിഗേറ്റ് നോക്കുമ്പോൾ മൊത്തം 3 പേപ്പറാണ് ഒരു മൊഡ്യൂൾ ഉണ്ടാവുക. അപ്പോൾ ഒരു മൊഡ്യൂളിൽ 3 പേപ്പറിന് ടോട്ടൽ 300 മാർക്ക്. എന്നാൽ അഗ്രിഗേറ്റ് എത്ര വേണം? 150 മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രൊഫഷണൽ പ്രോഗ്രാം കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇതാണ് CS എന്ന കോഴ്സിൻ്റെ ഈ ഒരു കോഴ്സ് ഔട്ട്ലൈൻ എന്നുള്ളത്. ഇനി നമുക്ക് എക്സാംസ് എപ്പോഴാണ് നടക്കാൻ നോക്കാം. അപ്പോൾ ഈ CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിൻ്റെ എക്സാം വർഷത്തിൽ 4 തവണ നടക്കും, ജനുവരി, മെയ്, ജൂലൈ, നവംബറിൽ. ദെൻ CS എക്സിക്യൂട്ടീവ് എക്സാമിൻ്റെ രണ്ടാമത്തെ സ്റ്റേജായിട്ടുള്ള എക്സിക്യൂട്ടീവ് എക്സാമിൻ്റെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൻ്റെ എക്സാം നടക്കുന്നത് ജൂണും ഡിസംബറിലുമാണ്. രജിസ്ട്രേഷൻ ഫീ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിന് 1000 രൂപയാണ് ഫീസ്. അപ്പോൾ എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ അത് പാസ്സായി കഴിഞ്ഞാൽ അടുത്ത ഇതിലേക്ക് പോകും, എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിലേക്ക് പോകും. അപ്പോൾ അവിടെ രജിസ്ട്രേഷൻ ഫീസ് 10,100 ദെൻ പ്രൊഫഷണൽ പ്രോഗ്രാമിൻ്റെ ഫീസ്. ഇനിയൊരു വിദ്യാർത്ഥി ഡയറക്റ്റ് എൻട്രിയിലൂടെയാണ് എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിലേക്ക് കടക്കുന്നത് എങ്കിൽ അപ്പോൾ അവിടെ രജിസ്ട്രേഷൻ ഫീ എത്ര വരും? 15,100 രൂപ വരുന്നതാണ്. ഇനി പ്രൊഫഷണൽ പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് അപ്പോൾ ഒരു വിദ്യാർത്ഥി എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം കംപ്ലീറ്റ് ആയി എന്ന് വിചാരിക്കുക. ഇനി അടുത്ത സ്റ്റേജ് ഏതാകും? പ്രൊഫഷണൽ പ്രോഗ്രാം ആകും. ഈ പ്രൊഫഷണൽ പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ട്രെയിനിങ് കഴിഞ്ഞിരിക്കണം. ഇത് 30 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ്. 15 ദിവസം ഓൺലൈനായിട്ടും 15 ദിവസം ഓഫ്ലൈനായിട്ടാണ് നടക്കുന്നത്. നമ്മളുടെ ഈ ഒരു എന്താ പറയുക, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇൻക്രീസ് ചെയ്യിക്കാനും എൻഹാൻസ് ചെയ്യിക്കാനൊക്കെ അതെന്ത് ചെയ്യും? വളരെ ഉപകാരപ്രദമാകും. ദെൻ 21 മാസത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ് കൂടിയും ഈ ഒരു പ്രൊഫഷണൽ പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥി കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അടുത്ത ചോദ്യമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ എത്തെടുക്കും എന്നുള്ളത്. അപ്പോൾ +2 കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 3 to 4 ഇയറിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ചിട്ടയായ പഠനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ 3 to 4 വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കമ്പനി സെക്രട്ടറി എന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ഡ്യൂറേഷൻ എന്നുള്ളത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ എത്രയാണോ എഫേർട്ട് എടുക്കുന്നത്, എങ്ങനെയാണോ പഠിക്കുന്നത്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഡ്യൂറേഷൻ എന്നുള്ളത്. എന്നാൽ മിനിമം നമുക്കൊരു ആവറേജ് 3 to 4 വർഷം കൊണ്ട് 3 to 4 വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? CS കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി സെക്രട്ടറി കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ CA പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ തന്നെ സെൽഫ് പ്രാക്ടീസ് ചെയ്യാം, സെക്രട്ടറിയൽ ഓഡിറ്റ് നടത്താം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു 12 ലക്ഷത്തോളം കമ്പനികൾ ഇന്ത്യയിലുണ്ട്. 10 കോടിയുടെ പെയ്ഡപ്പ് ക്യാപിറ്റലുള്ള കമ്പനികൾ നിർബന്ധമായിട്ടും ഒരു കമ്പനി സെക്രട്ടറി അപ്പോയിൻ്റ് ചെയ്യണം. അപ്പോൾ ഒന്നിരിക്കും അത് കമ്പനി സെക്രട്ടറി അപ്പോയിൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി സെക്രട്ടറിയുടെ സർവീസ് സ്വീകരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു കമ്പനി സെക്രട്ടറി ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് സെക്രട്ടറിയൽ ഓഡിറ്റ് നടത്താൻ സെൽഫായിട്ട് പ്രാക്ടീസ് നടത്താം. ഇനി അതല്ല എങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കീ മാനേജറിയൽ പേഴ്സൺ, സൈനിങ് അതോറിറ്റി ഉള്ള നല്ല റെപ്യൂട്ടഡ് ജോബാണ് കമ്പനി സെക്രട്ടറി പാസ്സായ ഒരു ഉദ്യോഗാർത്ഥിയെ കാത്തിരിക്കുന്നത്.
ഒരു കമ്പനി ഇന്ത്യൻ നിയമങ്ങൾ പാലിച്ചു കൊണ്ടാണോ കമ്പനി റൺ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നത് കമ്പനി സെക്രട്ടറിയാണ്. ഇനി കമ്പനി സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം സാലറി എത്രയാകും എന്നുള്ളതാണ്. അപ്പോൾ സാലറിയുടെ കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ GCC കൺട്രിയിൽ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാലറിയിൽ എന്ത് ചെയ്യും, മാറ്റം വരും. ഇനി ഒരു സെൽഫ് പ്രാക്ടീസ് ചെയ്യുന്ന കമ്പനി സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എത്ര കമ്പനിയുടെ സെക്രട്ടറിയിൽ ഓഡിറ്റ് ചെയ്യുന്നത് എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് സാലറി എത്രയാണെന്ന് നമുക്ക് എന്തായാലും സാലറി എബവ് 5 to 6 ലാഖിൻ്റെ എബവ് എന്തായാലും ഉണ്ടാകും. നല്ല സാലറി പാക്കേജ് തന്നെയാണ് കമ്പനി സെക്രട്ടറി പാസ്സായ വിദ്യാർത്ഥി കിട്ടുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്, UGCയുടെ നോട്ടിഫിക്കേഷനാണ് CA CMA CS. ഓക്കെ, ഇവിടെ CS ആണ്. CMA CS ഒക്കെ പാസ്സായിട്ടുള്ള ഒരു വിദ്യാർത്ഥി, ഒരു ഉദ്യോഗാർത്ഥി, അത് PG ഈക്വലൻ്റ് ആണ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ CA CMA CS ഒക്കെ ഫൈനൽ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ PG കിട്ടിയതുപോലെയാണ്. അപ്പോൾ PG ഈക്വലൻ്റ് ആയിട്ടുള്ള ഏത് എക്സാമിനും ഈ CA CMA CS കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നോക്കുക, ഒരു വിദ്യാർത്ഥി +2 കഴിഞ്ഞതിന് ശേഷം CS-ന് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 വർഷം കൊണ്ട് CS കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഡിഗ്രിയും PGയും അല്ലേ, 5 വർഷം കൊണ്ട് എടുക്കുന്ന ഡിഗ്രി PGയും എന്ത് ചെയ്യും, ഈക്വലൻ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ കോഴ്സിന് പഠിക്കുക എന്നുള്ളതാണ്. നമ്മളിതൊരു ICSI നടത്തുന്ന ഡിസ്റ്റൻസ് മോഡ് ഓഫ് എഡ്യൂക്കേഷനാണ് കമ്പനി സെക്രട്ടറി എന്നുള്ളത്. സെൽഫ് സ്റ്റഡി നടത്താം നമുക്ക്. കമ്പനി സെക്രട്ടറിയുടെ ICSIയുടെ സൈറ്റിൽ പോയിട്ട് എക്സാമിന് രജിസ്ട്രേഷൻ ചെയ്യാം. എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിലേക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ കിട്ടും. അങ്ങനെ സ്വന്തമായിട്ട് പഠിക്കാം. പക്ഷേ ഇങ്ങനെ സ്വന്തമായിട്ട് പഠിക്കുന്നവർ വളരെ കുറവാണ്. നമുക്ക് ചിട്ടയായിട്ടുള്ള ഒരു പഠന രീതിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളൊരു കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് പഠിക്കുന്നതാണ് നല്ലത്. ഇനി അതല്ല, സ്വന്തമായിട്ട് പഠിക്കാൻ കപ്പാസിറ്റി ഉള്ളവർ, സെൽഫ് കോൺഫിഡൻസ് ഉള്ളവർക്ക് സ്വന്തമായിട്ടും പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സെൽഫ് സ്റ്റഡി നടത്താം, അല്ലെങ്കിൽ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് കോച്ചിങ് ചെയ്ത് അങ്ങനെ പഠിക്കാവുന്നതാണ്. ഇനി പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് തിയററ്റിക്കൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ ലോ റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പറിലാണ് ഇൻട്രസ്റ്റ് എങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത് CS എന്ന കോഴ്സിൽ പോകാനാണ്. കമ്പനി സെക്രട്ടറിക്ക് പോകലാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ലോ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ തിയററ്റിക്കൽ സബ്ജക്റ്റിനോട് കുറച്ചും കൂടിയും താല്പര്യമുള്ളവർ അവരെന്ത് ചെയ്യുക, കമ്പനി സെക്രട്ടറിക്ക് ചൂസ് ചെയ്യുക. ഇനി പ്രോബ്ലം അക്കൗണ്ടിങ് പേപ്പറിലാണ് കുറച്ചും കൂടിയും കൂടുതൽ താല്പര്യമുള്ളത് എങ്കിൽ അവർ CA CMA പോലുള്ള കോഴ്സുകളിലേക്ക് പോകുന്നതാകും ബെറ്റർ. അപ്പോൾ ഈ കമ്പനി സെക്രട്ടറി എന്ന ഈ ഒരു കോഴ്സിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ലോ റിലേറ്റഡ് സബ്ജക്റ്റാണ്. ഒരു കമ്പനി ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളും പാലിച്ചു കൊണ്ടാണോ മുന്നോട്ട് പോകുന്നത് എന്ന് ഓഡിറ്റ് ചെയ്യുന്നത് കമ്പനി സെക്രട്ടറിയാണ്. അപ്പോൾ അതുകൊണ്ട് കമ്പനി സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിയമവശങ്ങളും അറിയേണ്ടതുണ്ട്. അപ്പോൾ ലോ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് കൂടുതലും ഉണ്ടാവുക. നമ്മൾ നേരത്തെ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു കമ്പനി സെക്രട്ടറി എന്ന കോഴ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അറിയുന്ന കാര്യങ്ങൾക്ക് ഉത്തരവും നൽകുന്നതാണ്. ഓക്കെ, ഇനി ഏതെങ്കിലും കോഴ്സിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് ക്ലാസ് വിത്ത് അനദർ topic.